വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഷൂട്ട് ഡേ ആണ്. നമ്മുടെ 2 മിനിറ്റ് റോംകോം ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോവാണ്. സമയം ഇപ്പം 5:10. 6 മണിക്ക് സൂര്യൻ വന്നതിന് മുമ്പ് അവിടെ ചെന്ന് ഫസ്റ്റ് ഷോട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസറും നായികയും എത്തിയിട്ടില്ല. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവരെ പിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വൈക്കത്തി എന്നിട്ട് നായകനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം അർത്തങ്ങളിലേക്ക് പോകാനായിട്ട്. ഒരു 6:30-ക്കെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ എല്ലാം കൊള്ളാവും. പിന്നെ വേറൊരു പുസ്തകമൊക്കെ എനിക്ക് തോന്നാം. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അഞ്ചരയായിട്ടും പ്രൊഡ്യൂസർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഷൂട്ട് കൊള്ളായ പ്രൊഡ്യൂസറിന്റെ തലേ തന്നെ വെക്കാം. ഇതുപോലെ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു മനുഷ്യൻ പ്രൊഡ്യൂസറായി പോയില്ലേ, ചീത്ത പറയാൻ പറ്റും. ആ വരുന്നത് പ്രൊഡ്യൂസറാണോ? ഓരോ കാറുകളും ഓരോ പ്രതീക്ഷകളാണ്. അങ്ങനെ ഡയലോഗ് ഇല്ലേ? ഓരോ ഓരോ പോളിംഗ് ബെല്ലുകളും അതാ എത്തിയിരിക്കുന്നു നമ്മളെ പ്രൊഡ്യൂസർ. എത്തി. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എത്തിയിരിക്കുന്നു. എന്റെ പൊന്നോ, 5 മിനിറ്റ് വൈകിയാണ്. 5 മിനിറ്റോ? 5 മിനിറ്റോ? 5 മണിക്ക് എത്താന്ന് പറഞ്ഞ. ഹലോ, പ്രൊഡ്യൂസർ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ട്രിപ്പിന് പോവാണെന്നുള്ളൊരു ഫീൽ എനിക്ക്. ട്രിപ്പിന് പോണ പോലെ ഒരു ഫീൽ. പെട്ടെന്ന് പോവാം. അപ്പോൾ നമ്മൾ 6:30 എത്തി. 6 മണിക്ക് എന്റെ സമയോചിതമായ ഇടപെടൽ മൂലം 6:30 തന്നെ എത്തി. ഇതിപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല, കാരണം ഞങ്ങളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി ഞങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല. സമയടക്കം കാണിച്ചിട്ട് റെക്കോർഡ് ചെയ്ത്. പനിയായിട്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എണീറ്റ് വന്ന് പ്രൊഡ്യൂസറെ പറ്റി പറയണേ. ആരാ ഡെഡിക്കേഷന്റെ കാര്യം പറഞ്ഞത്? ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലത്തെ ജോലി ഡെഡിക്കേഷൻ പട്ടിക്ക് വരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. തള്ളൊക്കെ അപ്പുറത്ത്. ഇതിനെന്തോ അസുഖമുണ്ടോ? പുള്ളിങ്ങനെ പറ്റി സോംബിയാണ്. പുള്ളി ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് സ്ഥലം മാറിപ്പോയി. ഡയറക്ടർമാരുടെ മനസ്സിൽ എന്താണ് വരുന്നത്? എവിടെ ഇരുത്തണം നമ്മുടെ മറ്റേ ഇവിടെ എന്നാ ശരിക്കുള്ള പ്ലാൻ എന്നാന്ന് പറ. പ്ലാൻ ഈ കാണുന്ന പച്ചപ്പ് നമുക്ക് കിട്ടാൻ പാടില്ല. അതിന്റെ ഉദ്ദേശം എന്നാ? അല്ല, നമ്മളൊരു കളർ പാലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കളർ പാലറ്റിൽ പച്ചയൊന്നും വരാൻ പാടില്ല. നമ്മളെ നായകനും നായിക എന്നാ ഇവിടെ സൂര്യൻ വന്നു തുടങ്ങി കേട്ടോ. ഞങ്ങൾ റെഡിയാ. ക്യാമറ സെറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഡയലോഗ് പറഞ്ഞു കൊടുക്കും. തുടങ്ങ്. ബാഗ് എടുത്തു. ലെഫ്റ്റ് റൈറ്റ് ഇരുത്തിക്കണേന് എന്തെങ്കിലും ഇതുണ്ടോ? പിന്നെ ആണുങ്ങളെ ലെഫ്റ്റ് സൈഡിലിരിക്കണം, റൈറ്റ് സൈഡിൽ ഇരുത്തിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ഉണ്ടില്ല? അങ്ങനെ ഒരു സംഭവം ഇല്ലേ? റൈറ്റ് സൈഡില് വാമഭാഗം എന്നാ പറയണേ. ആരാ ഇരുത്തിക്കണം? പെങ്കൊച്ചിനെ. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കി വാമഭാഗം. വാട്ട് യു മീൻ ബൈ വാമഭാഗം? ഇതുവരെ തിരശ്ശീലയ്ക്ക് ഫ്രണ്ടിൽ വരാത്ത നമ്മളെ ക്യാമറമാൻ പരിചയപ്പെടുത്തി. അതൊക്കെ പരിചയപ്പെടുത്താം. അതിന്റെ ഇടയ്ക്കൊക്കെ അപമാനം വീണ്ടും. സോറി. കം ഹിയർ. ബാക്ക് ഷോട്ട് എടുത്തു. കറക്റ്റ് സെന്ററിൽ തന്നെ. നീ ഇത് ട്രൈപോഡൊന്നും വേണ്ടേ? വലത്ത് സൈഡിൽ ഇരുത്താൻ പറഞ്ഞ കൃത്യമായിട്ട് ഇടത്ത് സൈഡിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. സോറി, ലെഫ്റ്റ് ആട്ടോ വാമഭാഗം എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, ഇപ്പൊ തലയാഴ്ച അങ്ങ് ഇരുന്നാൽ മതി. ആക്ഷൻ പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല. ഡയറക്ടർക്ക് ഒന്നും പറയാനില്ലേ? ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ വല്ലതും പറയും. ഇൻട്രോ ഇപ്പം 7 മണിയാണ്. 6:30 എടുക്കാൻ ഉദ്ദേശിച്ച സാധനമായിരുന്നു. ഓക്കെ, റെഡി അല്ലേ? ഒരു മിനിറ്റ്, റെഡി അല്ലേ? ഇപ്പം 7 മണിയായി. 9 മണിക്ക് തീരുമെന്ന് അറിയാൻ മേല. പെട്ടെന്ന് തീർക്കാൻ പറ്റും, കാരണം ഡയലോഗ്സ് പെടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർക്കും. അപ്പോൾ നമുക്ക് ഈ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വല്ല റെക്കോർഡ് ആവുന്നുണ്ടോ? ആദ്യമായിട്ട് ക്യാമറ പിടിക്കണത് പ്രൊഡ്യൂസർ. അയ്യോ, ഇത് റെക്കോർഡ് ആവുന്നില്ലേ? ഓക്കെ, റെഡി. ആക്ഷൻ. ഓക്കെ, കട്ട്. ഫസ്റ്റ് ഷോട്ട് ഗംഭീരമായി പൂർത്തിയാക്കി. നേരെ ഫ്രണ്ട് വാ. ഈ അച്ചിരി പല്ല് കാണിക്കരുത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഇത് കൊണ്ടുവന്നല്ലേന്ന് ഓർത്തിട്ട്
എടുക്കാന്നാണ് നമ്മുടെ ക്യാമറ പറയുന്നത്. ഇങ്ങനെയാണോ? ഇത് ഓക്കെ ആണോ നോക്കി? വെയിൽ കയറി തുടങ്ങട്ടോ. പ്രൈവസിക്കല്ലേ റൂം അല്ല, അവിടെ തൊട്ട് തുടങ്ങിയോ? ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് എത്ര പേര് വേണമെങ്കിലും സഹിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് ജിജോ സാർ കറക്റ്റ് ആവോ? ജിജോ സാർ ഇപ്പൊ സായിപ്പിനെ പോലെ പിങ്ക് കളർ ആക്ഷൻ സൗണ്ട് പറഞ്ഞു. ക്യാമറമാന്റെ മുഴുവൻ കഴിവും പുറത്തെടുത്തോ? പിന്നെ അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അത് ഇത് എക്സ്പ്രഷൻ വരണം ഒന്നുകൂടെ അത് സെയിം സാധനം. ഓ ദേ വാണിങ് ഹൈ ടെമ്പറേച്ചർ ഓഫ് ചെയ്യാൻ എന്നാണ് എൻ്റെ വിഷയം. നീ AC മേടിക്കാൻ പറയല്ലേ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്? ഇനി ഷോട്ട് ഇനിയിപ്പം നമ്മളെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതായത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ തട്ടിക്കൂട്ട് പരിപാടിയാണോ എന്ന് ഫീൽ അത് നമുക്ക് ക്യാമറമാനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫീൽ ചെയ്യൂല. ഇല്ല, ഔട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ സ്റ്റാർ ആവും. പെട്ടെന്ന് മറ്റേ സാധനം കൂട്ടുവോ എന്റെ? ആ അത് തന്നെ, അത് കൂട്ടുവോ? ഇല്ല, അത് എഴുതാറിയാമല്ലേ വരും. പിന്നെ അത് അത് പറയാൻ പഠിക്കണവരെ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അവസാനം നമ്മൾ അവസാനത്തെ ഷോട്ടിലേക്ക് എത്തിയിരിക്കും. അതെ, ലാസ്റ്റ് ഷോട്ട് എടുക്കാൻ പോവാണ്. സമയം 8:30. 8:30. നമ്മൾ 6 മണി പ്ലാൻ ചെയ്തിട്ട് 9 മണിക്ക് തീർക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ 7 മണിക്കാണ് തുടങ്ങിയത്. 7 മണിക്ക് തുടങ്ങി 8:30 ആയപ്പോൾ തീർക്കാൻ. എന്നെ സമ്മതിക്കണ്ടേ? ബ്രില്യൻസ്. പിന്നെ സമ്മതിക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് സമ്മതിക്കാം കേട്ടോ. എല്ലാ ഷോട്ടും അവിടെ ചെന്ന് തുറന്ന് എടുക്കാൻ മറന്നു എന്നൊന്നും പറഞ്ഞേക്കാം. നമുക്ക് അവിടെ ചെന്നിട്ടൊന്ന് നോക്കാം എല്ലാം വന്നിട്ടുണ്ടോ. വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വരേണ്ടി വരും. ഇവിടെ എല്ലാം പോയിരുന്നത്. അങ്ങനെ അങ്ങോട്ട് കുറച്ച് നേരം റെസ്റ്റ്. ബാക്കപ്പ് പറയണില്ല. ബാക്കപ്പ് നോക്കട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാം കിട്ടിയോ? എനിക്ക് ഓക്കെയാ. എനിക്ക് ഓക്കെ. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 2 എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് നാളെ വരാന്നൊക്കെ പറയരുത് ദൈവത്തെ ഓർത്ത്. ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. നമ്മളെന്തായാലും പറഞ്ഞ സമയത്തിന് മുമ്പ് തീർത്ത് കണ്ട. കറക്റ്റ് 9 മണി നമ്മൾ കറക്റ്റ് 9 മണിക്ക് തീർത്ത്. അപ്പോൾ ഇനി എന്നെ പറഞ്ഞു പാക്കപ്പ്. പാക്കപ്പ്. എല്ലാവരും കൈയടിച്ച് അമ്മാണെല്ലാം കൈയടിച്ച്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുമായിട്ടുള്ള കൊളാബറേഷൻ? ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കാര്യം നമുക്ക് ലൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നല്ല റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഡയറക്ടറിനെ പറ്റി? ഡയറക്ടറിനെ എനിക്ക് നന്ദിയുണ്ട്. എന്നെ പിന്നെ തോണ്ടിയതിനാ? എന്നെ തോണ്ടിയിട്ട് എന്നെ കുറിച്ച് വേണ്ടത് എനിക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു എന്നെ ഇങ്ങനെ ഒരു ടീമിലോട്ട് വിളിച്ചതിന്. നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്താ പറയുക, നല്ല ഇത് നമ്മൾ പറഞ്ഞോളാം, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നന്നായിട്ട് ഇഷ്ടമായി. എല്ലാവരുടെയും കോർഡിനേഷനും ആ ഒരു ടീം വർക്കും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇയാളാണെങ്കിലും ഡയറക്ടറാണെങ്കിലും ക്യാമറാമാനും എല്ലാവരും ക്യാമറമാൻ പ്രത്യേകിച്ച് അടിപൊളിയാണ്. എൻ്റെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഡയറക്ടർക്ക് അധികം എന്നെ തരുവരേണ്ടി വന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഇവർ രണ്ടുപേരും എക്സ്പീരിയൻസ്ഡാണ്. അപ്പോൾ അവനാണെങ്കിലും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കണ്ടൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവളാണെങ്കിലും ഞാൻ 1-2 പ്രാവശ്യം ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം നമുക്ക് പഠിപ്പിക്കേണ്ട കാര്യം വന്നില്ല. ജസ്റ്റ് ഇവർ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഡയലോഗ് കറക്റ്റായിട്ട് പറയുന്ന അറിയാം. പിന്നെ നമ്മളാകപ്പെടെ നമ്മുടെ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. പിന്നെ ലൈറ്റ് പോണതിന് മുമ്പ് തീർക്കണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതും എനിക്ക് പേടിയുള്ള ക്യാമറാമാനായിരുന്നു. പക്ഷെ ക്യാമറാമാൻ പക്കയായിരുന്നു. ക്യാമറാമാൻ ഇപ്പം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഔട്ട് വരുമ്പോഴത്തേക്കും കാണാം ഇനി ഫോക്കസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ല, ഷോർട്ട് കട്ട്സിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്ത് തന്നെ തീർക്കാൻ പറ്റി. സാധാരണ ലൈറ്റ് പോകുന്നുള്ള പേടിയാണ്, ഇതിൻ്റെ അകത്ത് ലൈറ്റ് കൂടി വരുമെന്നുള്ള പേടിയായിരുന്നു നമുക്ക്. കാര്യം നമ്മൾ രാവിലെ വന്നപ്പോൾ പ്രത്യേക നന്ദി എന്നോട് തന്നെ പറയുന്നു. പിന്നെ ക്യാമറമാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറിന് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രൊഡ്യൂസർ മെയിൻ ആണല്ലോ ഇതിനകത്ത്. പ്രൊഡ്യൂസറാണ് ഇതിനകത്ത് ഏറ്റവും കുഴപ്പം. കാരണം സമയത്തിന് എത്തില്ല. പ്രൊഡ്യൂസർക്ക് പനിയായിരുന്നു. കണ്ടോ? ആ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് എന്നെ മനസ്സിലായി. പുറത്തുനിന്ന് വരുന്നത് അങ്ങനെയല്ല കേട്ടോ, പുറത്തുനിന്ന് നമ്മുടെ ടീമിലേക്ക് വന്നത്. അതാ ഉദ്ദേശിച്ചത്. അത് പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മുറ്റത്തെ മുല്ലേക്ക് എല്ലാവരും മാളയില്ലെന്നാണല്ലോ.
ഇല്ല ക്യാമറമാൻ ഇനി അവസരം കൊടുക്കില്ല. പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച മുന്നേ ഡയറക്ടർ തീർത്തുട്ടോ. ഞാൻ മറ്റേ ശ്രീനിവാസന്റെ അവസ്ഥ പുള്ളിക്ക് പോഴത്തിന് ഇഷ്ടമല്ലത്. ഞാൻ ഇല്ലാത്തപ്പോ പറഞ്ഞോളെ ഞാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കാം. ഫുഡ് കഴിക്കാം. ഇതാണ് സ്റ്റാർട്ടായിട്ട് Bye bye.